ഞങ്ങളിപ്പോ ഒരു സ്ഥലത്ത് പോകാൻ പോണേണ് എല്ലാവരും കൂടി. അതെ, എല്ലാരും പോകണം. എനിക്ക് വേണം, ഞാനിത് എടുക്കുവാ. ഉത്സവ തിരക്കിലാണ്. ശ്രുതിനോട് ഇങ്ങനെ വീട്ടിൽ പോകുമ്പോ എന്നോട് ചോദിക്കാതെ പോകാനൊക്കെയാണ് പറയണത്. അങ്ങനെ നിങ്ങൾ എത്ര നെഗറ്റീവ് പറയണം, ഇട്ടാലും ശരി കുടുംബത്തുള്ളവരെ വക വെച്ച് തന്നെ പോകുള്ളൂ. ഞങ്ങൾക്കൊരു ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ അതെ അതെ. അപ്പൊ ശ്രുതി 2 ദിവസം ഉണ്ടായിരുന്നില്ല ഇവിടെ. അതെ ശ്രുതി, അതെ വീട്ടിലായിരുന്നു ശ്രുതി. കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്താണ് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ ഒരു സ്ഥലത്ത് പോകാൻ പോണേണ് എല്ലാവരും കൂടി. അതെ, എല്ലാവരും പോകണം. ഞങ്ങൾ 3 മാത്രമല്ല, തക്കുണ്ട് സുഖമുണ്ട്, എല്ലാവരും ഉണ്ട് അപ്പുറത്തുണ്ട്. അതെ, എവിടെ നിന്നൊക്കെ അവിടെ ചെന്ന് നമുക്ക് ഒരുമിച്ച് എല്ലാവരും കാണും പറയാം അല്ലെ. സംഭവം എന്ന് വെച്ചാൽ പോണേക്ക് മുന്നേ തന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോണേണ്ട. ചായ കുടിക്കാൻ പോണെന്ന് വെച്ചാൽ അതിന് മുന്നേ അമ്മ പറയണ്ടല്ലോ മുടി അമ്മ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ മുടി കെട്ടിയിട്ട് എല്ലാവരും പറയും നല്ലതാണെന്ന് പറയും. ഇങ്ങനെ കെട്ടിയാൽ മതി, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നി എല്ലാവരും പറഞ്ഞല്ലേന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇങ്ങനെയാണ് മര്യാദ കൊള്ളത്. ഇപ്പൊ തന്നെ ഇത് ഇങ്ങനെ ആയിപ്പോ. അപ്പൊ ഈ മുടിയൊക്കെ ഞാൻ അയച്ചിടുന്ന ഈ കണ്ണം കാരണം എന്റെ ഇഷ്ടത്താൽ അയച്ചിരുന്നല്ല. കണ്ണം പറയാം അമ്മ മുടി അയച്ചിട്ടാ എന്ന് പറയും. നല്ല രസമാണ്, എനിക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ അതാണ് ഇഷ്ടോട്ടാ. ഞാൻ മുടി അഴിച്ചിടും, മോന്റെ ഇഷ്ടം നോക്കണോ. പിന്നെ നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും ഇഷ്ടം നോക്കണമല്ലോ. അതെ, അപ്പൊ അങ്ങനെ സ്റ്റൈലും കാണാം. അതെ, അപ്പൊ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് പോകണം. ഒരു സ്ഥലത്ത് വെച്ചാൽ നമ്മൾ മൂവാറ്റുപുഴ പോകണേ അല്ലേ. മൂവാറ്റുപുഴ പോകണേ, അളിയന്റെ അടുത്തേക്ക് പോകണേ. അതെ അതെ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. അതിന് മുന്നേ നമ്മൾ എന്താണ് ഇവിടെ കഴിക്കാൻ പോകുന്നത്? രാവിലെ കുറെ പേര് നമ്മുടെ കല്യാണത്തിന് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെ നമുക്ക് ഉത്സവത്തിന് അവിടെ ഒരുമിച്ച് കാണാലോ. എല്ലാരും ഒന്ന് സ്റ്റേജിൽ വെച്ച് തന്നെ ചെല്ലണോട്ടോ വന്നോട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ അവിടുത്തെ കൊച്ചുവിശേഷം കാണിക്കാം. അതിന് മുന്നേ നമ്മുടെ വീട്ടിലൊരു കൊച്ചുവിശേഷം കാണിക്കാം. ഞാനിവിടെ പറയുന്നുണ്ട് രാവിലത്തെ ചായപൊടി ചോറാണ് ഇതാണ് ഇതൊക്കെയെന്ന് പറയാൻ പോണേ. എന്താ ചായപൊടി കാണിക്കാന്ന് പറഞ്ഞപ്പോ എവിടെ അപ്പൊ തന്നെ മോരുടെ പോയി. അതെ, അപ്പൊ നമ്മൾ എന്താ രാവിലെ ചായ കുടിക്കാൻ പോണ? നമ്മുടെ പതിവ് പോലെ ഇന്ന് ചായക്കൊക്കെ ഉണ്ടാക്കി സമയം കളയണില്ല. ഇന്ന് വെള്ളമൊന്നും ഇല്ലാണ്ടല്ലോ ചായക്ക് ഉണ്ടാക്കാത്തത്. വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ചോറ് ഇരിപ്പണി ഞങ്ങൾ രാത്രി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ വെച്ചിട്ട് വരുള്ളൂ. അപ്പൊ ചോറിനെ ഞങ്ങൾക്ക് അറിയാമോ കറിക്ക്. അപ്പൊ ചോറിന് ഇവിടെ ചെമ്മീനൊക്കെ ഇത്തിരി ഇരിപ്പുണ്ട്. അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു, മെനക്കെട്ടില്ല. ഇത്തിരി കരിമീൻ ഇരിപ്പുണ്ട്, ചെമ്മീൻ ഇരിപ്പുണ്ട്, കറിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അതിനൊന്നും മെനക്കെടണില്ല, അവിടെ ഇരിക്കട്ടെ. ഇതിപ്പോ എളുപ്പം കഴിഞ്ഞൊരു പണി. ഉള്ളിയും മുളകും കൂടി ചമ്മന്തി അരച്ച് മൊരിച്ച് സൂപ്പർ അല്ലേ. ഇത് കണ്ടാ തന്നെ ആർക്കെങ്കിലും കഴിക്കാൻ തോന്നൂലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ ഓരോരുത്തർക്കും അപ്പില്ലേ ഇന്ന് എല്ലാവർക്കും വേറെ വേറെ ഒന്നും കൊടുക്കണില്ലട്ടാ. നമ്മുടെ പണ്ടത്തെ പോലെ തന്നെ. അതെ, എനിക്ക് വേണം, ഞാനിത് എടുക്കുവാ. അതെ, ശ്രുതിനൊക്കെ കൊടുക്കാൻ ഇന്ന് ശ്രുതിക്ക് കൊടുക്കട്ടെ. ശ്രുതി ഇങ്ങനെ സുധുവിന് കൊടുക്കാറുന്നില്ലെന്ന് ചോദിക്കരുത്. ശ്രുതിക്കാണെന്ന് കൊടുത്തേക്ക് ഒരു തവണത്തേക്ക് ഇനിയാണോ സുധുവിന്? എങ്ങനെയുണ്ട് സാധനം? കണ്ണല്ലേ നീ വേണം കഴിക്ക്. നൈസായിട്ട് ഞാൻ കൂടി പോയി മേടിക്കട്ടെ. ഞങ്ങൾ രാവിലത്തെ ഇന്ന് ഒറ്റ പ്ലേറ്റ് തീർക്കണേ ഞങ്ങൾ പരിപാടി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വല്ല കുഴപ്പം പറ്റും. അതെ, എന്താടി അല്ല നീ പോയി വാങ്ങി കഴിച്ചിട്ട് ചോറിന് ഇങ്ങനെ കൊതിയണ്ട. അടുത്തതിന് വേണ്ടി കാത്തിക്കണ നോക്കി ഭൂമി നീരിറക്കി സുധപ്പ ആരൊന്നും പറയില്ല ചെന്നോ. അന്നേരാണ് കിട്ടുള്ളൂട്ടാ. അതെ, അപ്പൊ ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ബാക്കി വിഷയം കാണിച്ചുതരാം. അതെ, എനിക്ക് കിട്ടിയിട്ടില്ല. നമുക്കൂടെ വാരി കൊടുക്കട്ടെ. ചമ്മന്തി ചമ്മന്തി മാറ്റി വെച്ചേക്കാണ്. അച്ചാറുണ്ടോ?
അപ്പൊ നമ്മള് ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി പോകുമ്പോ കാണിച്ചു തരാം. അതെ ഓക്കെ, കഴിക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് കിട്ടൂല. നമ്മളപ്പോ ഇറങ്ങിയണ്ട, നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. പാലൂടെ അടച്ച് ഇറങ്ങിയാണ്. അപ്പൊ ഇനി ഞങ്ങള് രാത്രി വരുള്ളൂ അല്ലേ? രാത്രി വരുള്ളൂ. അപ്പൊ നമ്മുടെ ചെക്കനോട് റെഡി ആയി കിടക്കണം, പോകാൻ വേണ്ടി റെഡി ആയിട്ട് കിടക്കണം. വാ പോയാലെന്നാ മോനെ, വാ കമ്മോൺ. ഹലോ, അപ്പൊ നമ്മളങ്ങനെ ഞങ്ങളിങ്ങനെ പൊക്കൊണ്ടിരിക്കണ്ട, ഏകദേശം എത്താറായിട്ടുണ്ട്. അതെ, ഏകദേശം എത്താറായിട്ടുണ്ട്. അതെ, തക്കുതി ആകെ എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കുന്നു ചേട്ടനെ കാണാൻ വേണ്ടി. അതെ, അമ്മയുടെ രണ്ടുറക്കം കഴിഞ്ഞ്. അമ്മ ഉറങ്ങിയ ഉഷാറില്ല നമുക്ക്. എന്ത് പറ്റി അമ്മ? സുഖമില്ല. അപ്പൊ ഞങ്ങൾ യാത്ര ചെയ്തോണ്ടിരിക്കുന്നു, രണ്ടുറക്കമൊക്കെ കഴിഞ്ഞ് അല്ലേ? എന്താണ് ഞങ്ങൾ പറഞ്ഞത്? വളരെ കറക്റ്റാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് ഏകദേശം കുറച്ചുകൂടി കഴിഞ്ഞാൽ അവിടെ എത്തോട്ടെ. അത് ഇവിടെ നിസ്സാരം കൂടെ ഉള്ളു, ഒരു 10-13 കിലോമീറ്റർ കൂടെ ഉള്ളു. അതെ 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 അതെ. അപ്പൊ തക്കൂടെ പണ്ട് ഞാൻ ചേച്ചിനോട് ഞാനിങ്ങനെ ചേച്ചിനോട് പണ്ടത്തെ വിശേഷമൊക്കെ ചോദിക്കണായിരുന്നു, എങ്ങനെയായിരുന്നു ചേച്ചി മൂവാറ്റൂർ എത്ര നാള് നിന്ന്? 4 വർഷം നിന്നാ? അങ്ങനെ തന്നെ നിന്നാണ്, അല്ലെങ്കിൽ അങ്ങാടും വന്നാ? അതാണ് ഇങ്ങനെ ഇവിടെ വന്നപ്പോ ഇവിടത്തെ ചേച്ചിക്ക് വഴിയൊക്കെ കറക്റ്റ് ആയിട്ട് പറയണേ, ഇതിൽ കൂടെ ഇങ്ങനെ പോവാ വേഗത്തു. അത് ഞങ്ങള് സെയിം ആണ്. ചെറുതായിരിക്കുമ്പോ ഇവിടെ 4 വർഷം ഉണ്ടായിരുന്നിട്ട് ഞാനും കണ്ണനും കൂടി സുധനെ കാണാൻ വരെയൊക്കെ ചെയ്യും. നീന്താണ് നടക്കണ് എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ ഓടി ഓടി വരും കാണാൻ. പിന്നെ അമ്മ എറണാകുളത്തുനിന്ന് ജോലി കഴിഞ്ഞ് വരുമായിരുന്നു. കണ്ണന് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒറ്റക്ക് ഒരുമിച്ച് വന്നിട്ടുണ്ട്, എല്ലാരും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പൊ അതൊക്കെ ഞാൻ ഓരോ അതൊക്കെ ഞാൻ കേട്ടതൊക്കെ പറയണം. അതെ, അപ്പൊ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. കൊച്ചു വെച്ച് അതിനുള്ള ശ്രുതിക്ക് ഡൗട്ട് ഇങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ തക്കൊണ്ട് വെച്ച് ക്ലിയർ ചെയ്തോണ്ടിരിക്കുന്നായിരുന്നു. അപ്പൊ സംഭവം കുറച്ചൊക്കെ അവിടെ എത്തി. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. വിളിച്ചിട്ടില്ലെന്ന് ഇത്ര നേരമായിട്ട്. ശരിയാണല്ലോ, വിളിച്ചിട്ടില്ല. ഞങ്ങളുടെ കാലത്ത് ഭക്ഷണം കണ്ടില്ലേ? കഴിച്ചിട്ടില്ല, നല്ല ഇരിച്ചിലുണ്ട്. വയസ്സായില്ലേ? അയ്യോ, അപ്പൊ നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വരെ പോവാം. ഇവിടെയാണെങ്കിൽ ഒരു കടയുമില്ല, രാത്രി അങ്ങനെ അതുപോലെ കടയില്ലാത്ത സ്ഥലമാണ് മൂവാറ്റൂർ. അതുകൊണ്ട് അതെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷം അടച്ചിട്ട് കാണാം നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞ നേരം എങ്ങാട്ടേക്ക് ചാടി, അതിന് മുന്നേ ഒരാൾ കാണിച്ചു തരാം. ഇവിടെ എത്തിയേട്ടാ, തിരക്കിലാന്നല്ലേ? ഉത്സവ തിരക്കിലാണ്, പുറത്ത് ഭയങ്കര പരിപാടികളാണ്. അതെ അതെ അതെ, ആ താഴെ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ ഞങ്ങൾ വന്നു കയറിയപ്പോ ഫസ്റ്റ് ചെയ്ത പരിപാടിക്ക് ചോറിലേക്ക് കടന്ന് തക്ക ചോറ് വിളമ്പിക്കൊണ്ടിരിക്കേണ്ട. കഴിച്ചല്ലേ? ഞങ്ങൾ കഴിച്ചു. ഞാൻ കഴിച്ചാണ് താഴേക്ക് പോകുന്നത്. അതെ, നമ്മളിപ്പോ ഒരു 3 മണിയൊക്കെ എവിടെ എത്തിയപ്പോ അല്ലേ? വൈകുന്നേരം വരുള്ളൂ പറഞ്ഞിരുന്നത്. ഞങ്ങക്ക് കാണണ്ടേ? ചോറൊക്കെ റെഡി, കഴിക്കാൻ പോണ. അപ്പൊ സാമ്പാറ് എന്തൊക്കെയാണ്? സാമ്പാർ, അച്ചാറ്, അവിയലല്ല ക്യാബേജ്. അതെ, ഇത് കൂട്ടി ഞങ്ങൾ നൈസായിട്ട് കഴിക്കാൻ പോവുകയാണ് അല്ലേ? ഫുഡ് കഴിച്ചിട്ട് വരാം. അത് എന്താണ് കഴിച്ചിട്ട് വേണം. ഓ, ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ചാടിയതാണ്. ചാടിയിട്ട് എന്ത് പറ്റി? വെള്ളച്ചാട്ടം കാണാൻ വന്നു, പക്ഷെ വെള്ളമില്ലാത്തത് കൊണ്ട് വള്ളംകളി നൈസായിട്ടൊന്ന് പൂളിപ്പോയി. വെള്ളമില്ല കേട്ടാ. ഇവിടെ എവിടെയാണ്? അഴീക്കൽ വെള്ളച്ചാട്ടത്തിലാണ്. അരീക്കല്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒന്നും നടന്നില്ല, വെള്ളമില്ലാണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ പോകും അല്ലേ? അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ബോറടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതിന് അമ്പലത്തിൽ കുറച്ച് കഴിയുമ്പോൾ പരിപാടിയൊക്കെ തുടങ്ങണത്. അപ്പം ഇനി നൈസായിട്ട് അമ്പലത്തിലേക്ക് തന്നെ പോയി. ഇവിടെ അടുത്തുള്ള വെള്ളച്ചാട്ടങ്ങളൊന്നും വെള്ളമില്ലെന്നാണ് പറയണത്. എന്താ പറയാ? അപ്പം നൈസായിട്ട് നമുക്ക് എന്താണ് കിടക്ക. അതെ, അപ്പം അങ്ങനെ പറഞ്ഞാൽ കൊച്ചു 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 വിശേഷങ്ങൾ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കാം. നമുക്കപ്പോൾ ഇവിടെ വന്നിട്ട് നൈസായിട്ട് ചുളിപ്പോയത് കാണിച്ചു തന്നിരുന്നു. അപ്പം നമുക്ക് പോയാലും ഇന്നലെ 2 ദിവസം എല്ലാം പാളിപ്പോയി. റീല് വേണമെങ്കിൽ റോട്ടിൽ വെച്ച് എടുക്കാൻ തോന്നുന്നു. അതെ, ഞങ്ങളൊന്നും അത് റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, റീല് നോക്കി എടുക്കാട്ടാ. അതെ, ഞങ്ങളൊന്ന് നൈസായിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്നോട്ടെ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ റീൽ എടുത്തോണ്ടിരിക്കേണ്ട. അമ്മനെ വലിച്ചുണ്ടോടാന്നൊക്കെ പറയാൻ.
പാട് വീഴുവോന്ന് അറിഞ്ഞൂടാ. വീട്ടിൽ പോണ അപ്പൊ ക്യാമറാമാനോത്തി ആ അപ്പൊ ഞാൻ കുറച്ച് സ്ലോ മോഷനൊക്കെ എടുത്തിട്ടുണ്ട്. അല്ലാറുള്ള വീഡിയോ ഒരാൾ നോക്കി. അയ്യാ നമ്മുടെ ചെറുക്കനത് അവിടെ അവിടെ കിടക്കണ്ട കണ്ട ചെറുക്കനോടെ കണ്ട. നമ്മുടെ ഒന്നും പോയില്ല, കുറെ നേരം ഇരിക്കാം. നല്ല കാറ്റോട് നോക്കി. അതെ എന്റെ ചെരുപ്പിട്ട് എനിക്ക് കാലുവേന എടുക്കണം. ഈ ചെരുപ്പ് വലുതാണല്ലോ, ഓടി വല്ല തട്ടിക്കണം. അതെ അപ്പൊ നിങ്ങൾ എടുത്തോ. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓടിയിട്ട് ഓടങ്ങി ഓടി. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണിക്കണം. ചെല്ലി അതൊന്ന് വലിച്ചോടിയ മതി ചെല്ലി. ഞങ്ങൾ ഓടണത് ക്യാമറ ഒപ്പം വെള്ളത്തിൽ ചാടണം. അവര് കുഴപ്പമില്ല. എന്നെ കിട്ടണില്ല, എന്നെ ഒന്നും കിട്ടില്ല, കണ്ണനെ കിട്ടണില്ല. ഓക്കെ അതില് ക്യാമറമാൻ ചാടുമ്പോ ഒപ്പം ചാടിക്കോ. അപ്പൊ നൈസായിട്ട് ഇവിടെ ഇരിക്കണ്ട. ഇവിടെ ഇരിക്കാന്ന് വെച്ചാൽ കുറച്ച് നേരം ഇവിടെ ഇരിക്കണം. അപ്പൊ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് അളിയന്റെ അമ്പലം. അപ്പൊ അവിടെ ഇനി തുടങ്ങും. അവിടെ നിന്ന് മെഗാഷോവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അത്ര അടുത്താണ്. അപ്പൊ നമുക്ക് നൈസായിട്ട് അങ്ങോട്ടേക്ക് പോവാ. പിന്നെ വീഡിയോസ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റീലൊക്കെ എടുക്കായിരുന്നു ഇവിടെ. അത് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നൈസായിട്ട് നമുക്കിനി അമ്പലത്തിൽ അങ്ങോട്ടേക്ക് പോവാം അല്ലേ. അമ്പലത്തിന് അങ്ങോട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കൊച്ചു ചെറുതായിട്ടൊക്കെ ജസ്റ്റ് ആയിട്ട് കാണിക്കാം. നമുക്ക് പോയാലോ. അടുത്ത പരിപാടിയൊക്കെ ചെറുതായിട്ടുള്ള വലിയ പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അതെ നമ്മ കുഞ്ഞു കുഞ്ഞു കാണിക്കാം. അതെ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയാണ്. ഹലോ ഹലോ. അപ്പൊ ഇന്നലെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് വന്നപ്പോ 1 മണി 1:30 മണിയായി ഇന്നലെ വന്നപ്പോ. അപ്പൊ ഇന്നലെ ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഇരുന്നു. അതൊക്കെ കണ്ടു നിന്നിട്ട് സമയം വൈകി പോകുന്ന പറഞ്ഞില്ല. പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി സത്യം പറയാം അല്ലേ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല, പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ അതിട്ടിട്ട് കാര്യമില്ല. അതെ അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു. ഇന്നലെ ഫുഡ് കഴിക്കണേ കണ്ട്. പിന്നെ അവിടുത്തെ വിശേഷം എന്ന് വെച്ചാൽ പിന്നെ രാത്രി ഞങ്ങൾ ചോറൊക്കെ തിന്നിട്ടാണ് വന്നത് അല്ലേ. അപ്പൊ ഞാൻ ഇനി അടുത്ത വീഡിയോ കാണാട്ടാ. പോണേണ് അല്ലെങ്കിൽ ജോലി പോയാലോ. എന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇന്നലെ വിശേഷം? നല്ല ഇതായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷെ വെള്ളച്ചാട്ടത്തിന് നേരത്തെ ആയി പോയത്. അവിടെ നിന്ന് മതിയെ. സുനിക്കാണ് ഞങ്ങളെ കാണാനും വരാൻ പറ്റണില്ല. സുനിയാണ് അമ്പലത്തിന്റെ അകത്ത് പോയി. ഭയങ്കര തിരക്ക്, ഭയങ്കര കാര്യങ്ങൾ. തക്കു പോയതിന്റെ ഇടയ്ക്ക് തക്കൊരു സാധനം മറന്നുപോയി പറയാൻ. അത് ഓർമ്മിക്കാൻ വേണ്ടി പോയതാണ് സംഭവം. എന്ന് വെച്ചാൽ പിന്നെ കുറെ കമന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫേക്ക് ആയിട്ട് ഇഷ്ടം പോലെ നെഗറ്റീവായിട്ട് ഇഷ്ടം പോലെ കമന്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്ന് വെച്ചാൽ അത് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പറയണത്, പച്ചത്തെറിയാണ് വിളിക്കുന്നതെന്ന്. പച്ചത്തെറി എന്തിനാ അങ്ങനെ അതിടുമ്പോ തന്നെ ഒരു വീഡിയോ 20 മിനിറ്റിന്റെ 15 മിനിറ്റിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ അതൊരു 2 മിനിറ്റ് കഴിയുമ്പോ തന്നെ പച്ചത്തെറി അങ്ങോട്ട് പറഞ്ഞാണ്. എന്നുവെച്ചാൽ എന്ത് പണ്ടാണ് ഇങ്ങനെ പറയണത് മനസ്സിലാവുള്ള. അതെ അതെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാല് എന്തൊക്കെ ഫേക്ക് ഐഡിയ ആണ്. പിന്നെ അതിന്റെ അകത്ത് ആൾക്കാർ പറയാനുണ്ടായിരുന്നു നമ്മൾ ഈ നെഗറ്റീവ് കണ്ടിട്ടല്ല ഇല്ലാണ്ട് പറയണെന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയല്ല, ഉണ്ട്, കാണിക്കാൻ പറ്റൂലല്ലോ അതൊന്നും. കമന്റ് നിങ്ങൾ പോകുമ്പോ ചിലപ്പോ ഉണ്ടാവില്ല. നമുക്ക് തന്നെ ഒരു കാണുമ്പോ ഇടയ്ക്ക് നോക്കുമ്പോ അറപ്പ് പോകുന്നു ഡിലീറ്റ് ചെയ്ത് കളയും. സത്യം പറഞ്ഞാല് വെച്ചാല് പറയണ കാര്യം വെച്ചാൽ അമ്മാതിന്റെ കാര്യങ്ങളാണ് പറയണത്. പറഞ്ഞു ശരിയാവൂല, അതുകൊണ്ട് പറയാത്തതാണ്. നമ്മളുടെ വീഡിയോ കാണുന്നവരെല്ലാരും കമന്റ് വായിക്കുന്നവരുമാണ്, വീഡിയോ കാണുന്നവരാണ്. കുട്ടികളായാലും വലിയവരാണെങ്കിലും ഒരു തെറിയൊക്കെ കിടക്കണം. എനിക്ക് അത്ഭുതമായി. ഇപ്പൊ എന്ത് കാര്യം ഇരിക്കണമെന്നാണ് ഞാൻ ഓർക്കണം അതിലൊക്കെ. പിന്നെ ശ്രുതിനോട് ഇങ്ങനെ വീട്ടിൽ പോകുമ്പോ എന്നോട് ചോദിക്കാതെ പോകാനൊക്കെയാണ് പറയണം. അങ്ങനെ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള് പറഞ്ഞ പോലെ. അങ്ങനെ ആരുടെയും പെർമിഷൻ ഒന്നും വാങ്ങിച്ചു പോവണ്ട, തോന്നുമ്പോ അങ്ങോട്ട് പൊക്കോളണം, തോന്നുമ്പോ വന്നോളണം എന്നൊക്കെ പറഞ്ഞ് കമന്റിൽ പറഞ്ഞേക്കാണ്. അപ്പൊ അങ്ങനെയാണ് ഒരേ വീട്ടിൽ ഓരോരുത്തർ പറഞ്ഞു കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കണേന്നുള്ളത് മനസ്സിലായി. ചില പെണ്ണുങ്ങൾക്ക് അത് ശരിയാണ്, അങ്ങനെ ഉൾക്കൊള്ളുന്ന പെണ്ണുങ്ങളാണ്. പക്ഷെ ശ്രുതിനെ അപേക്ഷിച്ച് ശ്രുതിനെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന ഒരാളാണ്. ആ വീട്ടുകാരെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന ഒരാളാണ്. ഇട്ടാലും ശരി കുടുംബത്തുള്ളവരെ വക വെച്ച് തന്നെ പോവുള്ളൂ. ഞങ്ങൾക്ക് നമ്മളിപ്പോ സ്വന്തം വീട്ടിലാണെങ്കിലും നമ്മുടെ അച്ഛനോടും അമ്മനോടും പറയാണ്ട് പോവില്ലല്ലോ. അതുമാരല്ലേ ഇവിടെ. എനിക്കിത് സ്വന്തം വീടല്ലേ.
അപ്പൊ പറയാതെ പോകരുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അല്ല അമ്മേനോട് പറഞ്ഞിട്ട് പോകരുത് പോകരുത് എന്തിനാണ് പെർമിഷൻ മേടിക്കണേന്ന്. പിന്നെ 2 ദിവസം നിന്നാ മതി എന്തിനാണ് പറയണത്. ഞങ്ങൾക്കുണ്ടാവില്ലേ ഇത്രയും നാളത്തെ ഞങ്ങൾ കാത്തിരുന്ന പെണ്ണ് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. ഇത് തന്നെ പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും അവർക്ക് അവിടെ നിർത്തണം ഇഷ്ടമല്ല, അത് കാരണം എന്ത് വീട്ടെന്ന് പറയും. അങ്ങനെയൊന്നല്ല കാര്യങ്ങള്. പിന്നെ അതിന് പെർമിഷൻ മേടിക്കേണ്ട ആവശ്യം ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ അങ്ങനെ പെർമിഷൻ മേടിക്കാൻ വില്ലേജ് ഓഫീസിലെല്ലാം അപ്ലൈ ചെയ്യാൻ പോയത് ഇവർ പറയണ്ടെന്നൊക്കെ. അപ്പൊ എന്ന് വെച്ചാൽ ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം. അവരുടെ അച്ഛനമ്മ അവരെ ജനിപ്പിച്ച് ഇത്രയാക്കി വളർത്തിക്കൊണ്ടെന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവർക്കുണ്ടാവുക. അവിടെ ഇത്ര നാൾ നിന്നതാണെങ്കിലും അവർക്കുണ്ട് ആഗ്രഹം അവരിവിടെ വന്ന് നിൽക്കണമെന്നൊക്കെ. അതൊക്കെ ഞങ്ങൾക്കറിയാം. അല്ലാതെ ഈ ശ്രുതിക്ക് ഇപ്പൊ പറഞ്ഞത്തെ പോലത്തെ കമന്റ് എഴുതി മനസ്സിലാക്കണമെന്നൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചടങ്ങും കൂടെ ആയിരുന്നല്ലോ 2ാം വിരുന്നിന് വിളിച്ചത്. അങ്ങനെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത്. പിന്നെ ശ്രുതി കുഞ്ഞു കൊച്ചൊന്നും അല്ല, 10-40 വയസ്സായതല്ലേ. അടുത്ത കമന്റ് ശ്രുതിക്ക് 10-40 വയസ്സായെന്നാ പറയണത്. ശ്രുതിക്ക് എന്തൊക്കെ കേക്കണം 10 അമ്മക്കായിട്ടില്ല 40 വെറുതെ ഒരുമാതിരി എന്തൊക്കെ പറയണം. എന്തോരം കാര്യങ്ങൾ പറയാണ്ട് നല്ലത് എന്നിട്ട് പറയണ കാര്യങ്ങളാണ്. ഞങ്ങൾ സഹിച്ചു. ഇതൊക്കെ പറയട്ടെ ആൾക്കാർ. നിങ്ങൾ സന്തോഷിച്ച് നിങ്ങൾ ചിരിച്ചോണ്ട് നിങ്ങൾ ആയുസ് നിങ്ങൾ കൂട്ടും. അത് പറയണത് ഒരാൾ തന്നെ ഉണ്ടാ. അതെ നമ്മുടെ ഫാമിലിയിലെ വീഡിയോ ഇടാൻ നോക്കിയിരിക്കണം കറക്റ്റ് ആയിട്ട് കമന്റ് ഇടാൻ വേണ്ടി പുള്ളിക്കാരി. നമ്മുടെ ഫാമിലി നമ്മളെ ചേർത്തിട്ട് കുറെ പേര് അല്ലാണ്ട് ഇഷ്ടം പോലെ ഞങ്ങളിത് പറഞ്ഞത്. ഞങ്ങൾ ഇത്രയും പറയുന്നുണ്ട്, എന്നാലും ഞങ്ങൾ ഇങ്ങനെയാണ് ചിരിച്ചു പോകുന്ന കാര്യങ്ങള്. അല്ലാതെ എന്റെ ക്ലാര നീ ഇങ്ങനെ കമന്റ് ചെയ്ത് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ വിട്ടളഞ്ഞേര് ഞങ്ങളെ. അതെ നിന്നെ വേറെ ആൾക്കാരെ കണ്ടിട്ട് പിന്നെ എടുത്ത് ജസ്റ്റ് പറഞ്ഞോളൂ, വേറെ ഒന്നുമില്ല. നോട്ട് ചെയ്തായിരുന്നു, നല്ല തെറിയാണ് പറഞ്ഞോണ്ടിരിക്കണത്, അതുകൊണ്ട് പറഞ്ഞോളൂ കേട്ടോ. വേറെ അല്ലാത്തുണ്ട്. പേര് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നെഗറ്റീവ് കമന്റ് മാത്രം വായിക്കുന്നുണ്ട്, എല്ലാ പോസിറ്റീവ് കമന്റ് എല്ലാം വായിക്കുന്നുണ്ട്. ഇതിലും അതിലും കയറി മേഞ്ഞോണ്ടിരിക്കാണ്. ആറാടുകയാണ് അതിലെന്ന് വെച്ചാൽ ചേച്ചിയുടെ അത് തന്നെ. അപ്പൊ പിന്നെ ഞങ്ങൾ പുതിയ ചാനൽ വേഗം തന്നെ വരും. എല്ലാരും ചോദിക്കാണ്ട് കമന്റിലൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. ഇപ്പൊ തന്നെ അത് ഇവരെ പാടായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഞങ്ങൾ പോയി ഇന്നലെ ഞങ്ങൾ ശ്രുതി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ശ്രുതിനായിട്ട് ഞാൻ അവിടെ ഒരു കല്ലിടലുണ്ടായി അച്ഛൻ്റെ പെങ്ങളുടെ പെരയുടെ. അപ്പൊ അതിന് പോയി വരുമ്പോൾ ശ്രുതിനെയും കൊണ്ട് വന്നപ്പോ അമ്മ വെച്ച് ഇനി എന്നാണ് വന്നത്. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾ വിളിച്ചു അങ്ങ് പറന്നെത്തും. ഇവിടെ അടുത്തുവാണല്ലോ എപ്പോഴും. എപ്പോഴെങ്കിലും വിളിച്ചാലും വരും, വിളിച്ചില്ലെങ്കിലും വരും. ഇവരെ ഇനി എല്ലാ ദിവസവും കയറണ്ട അവിടെ. അത് വേറെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ടും അതിനൊക്കെ ആയിട്ടും അതിങ്ങനെ അയ്യോ കേറിക്കോട്ടെ അമ്മ അങ്ങനെ കാര്യമൊന്നുമില്ല. നമ്മളുടെ ആവശ്യത്തിന് ഇത്ര പറയാൻ കാരണം വെച്ചാൽ അത് ജസ്റ്റ് പറഞ്ഞോണ്ട് മാത്രം പറഞ്ഞേട്ടാ. ഇനി വേറെ വലിച്ചിട്ട് നിങ്ങളൊന്നും ബോറടിപ്പിക്കില്ല. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചുകൂടി ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. വേറെ ഇന്നത്തെ ഈ വീഡിയോ വേറെ നല്ലൊരു വീഡിയോ പുറകെ വരുന്നുണ്ട്. അതിവിടെ അല്ല, അതെ ഞാൻ പോവാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടി. അപ്പൊ അതിന് മുന്നേ ഞങ്ങളുടെ കൊച്ചുകൂടി അവസാനിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.